പടം നല്ല പടമാണ്, ഗംഭീര പടമാണ്. ഫാമിലിയായിട്ട് വന്നിരിക്കുന്നത് കാണണം. പിന്നെ അച്ഛനും മകനായിട്ടുള്ള കോംബോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പോഴും കാണാറില്ല. ജയറാമേട്ടൻ്റെ ഫാമിലി പടം നമ്മൾ പറയുമ്പോൾ ജയറാമേട്ടൻ നമ്മളെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു നല്ല പടമാണ്. ഈ കരയിൽ നമുക്ക് ഇമോഷണലായിട്ട് വരുന്നു. നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇമോഷണൽ വർക്കൗട്ടുണ്ട്. ജയറാമേട്ടൻ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളാമല്ല, അടിപൊളിയായിരുന്നു. സിനിമയുടെ ഒന്നും അല്ല കേട്ടോ, കണ്ടിട്ട് പറയുന്നത് അടിപൊളിയായിരുന്നു. കൊള്ളാം, ജയറാമേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. കാളിദാസ് ആയി, എന്നാലും എല്ലാം കൂടി ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി പടം. നന്നായിട്ടുണ്ട്, നല്ല പടം. എല്ലാവരും പെർഫോമൻസ് വൈസ് അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ചിരിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണ് നിറയിക്കുന്ന സീക്വൻസുകളുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല, എപ്പോഴും നല്ല നടൻ അച്ഛൻ തന്നെയാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇമോഷണലി കണക്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി മാത്രമല്ല, ഫാമിലി സെന്റിമെന്റ്സും പിന്നെ ആഗ്രഹങ്ങളും ആശകളായിരുന്നു. അല്ലേ, നല്ല അടിപൊളി സൂപ്പറായിരുന്നു. പിന്നെ അവസാനം ഒരു ഡയലോഗുണ്ട്, അച്ഛനാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ തെളിയിൻ്റെ ഒരു ആ പടത്തിലും പറയുന്നുണ്ട്. അതെന്നാ ഇതിൽ എടുത്തിട്ടുണ്ട്. ഒരു നല്ല വേഷമായിരുന്നു. സൂപ്പർ കോംബോ. അത് അച്ഛനും മോണ്ടല്ലേ, അത് നല്ല പൊക്കിയാണ്. ഇതാണ് നന്നായി കുടുംബ സമ്മേളനം സിനിമ ആണ്. നല്ല അടിപൊളി ഫാമിലി പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. കണ്ണ് നിറയ്ക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല നമ്മൾക്ക് ചിരിക്കാനുണ്ട്. ആ പടം തുടങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് വരെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതെന്നുവെച്ചാൽ ജയറാമേട്ടൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെയാണ്. കാളിദാസ് ആണെങ്കിൽ അതിൽക്കും മെച്ചപ്പെട്ടൊരു അവനും വരുന്നത്. പിന്നെ ആശുചേർത്ത് അമ്മയും മകനും അച്ഛനും പാടെ തൂത്ത് തുടച്ചു പോയി. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, പടം തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ച്. നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും. കോമഡി കാര്യങ്ങളൊക്കെ